ജി സുധാകരന്റെ മൊഴിയെടുക്കാൻ അമ്പലപ്പുഴ തഹസിൽദാർ പുന്നപ്രയിലെ വസതിയിലെത്തിയിട്ടുണ്ട്. മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി ചേർന്നു. മനീഷ്, പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന വിവാദ പ്രസംഗത്തിൽ ഇപ്പോൾ നടപടികളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്, അതിൽ മൊഴിയെടുക്കൽ, പിന്നീട് നിയമ നടപടികൾ, അങ്ങനെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? സുഹേൽ, 36 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന സമയത്ത് തപാൽ വോട്ടിൽ നടത്തിയ ഒരു കൃത്രിമം, അത് സംബന്ധിച്ച് ജി സുധാകരൻ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അത് NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുൻപായി നടന്ന ഒരു ചടങ്ങിലായിരുന്നു അത്തരത്തിലുള്ള പരാമർശം നടത്തി. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടറോട് ഇത് സംബന്ധിച്ച് കേസെടുക്കാനും ഒപ്പം തന്നെ കൃത്യമായ തുടർ അന്വേഷണം നടത്തി മൊഴി അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അമ്പലപ്പുഴ തഹസിൽദാർ അൻവറാണ് ഇവിടെ പുന്നപ്രയിലെ ജി സുധാകരന്റെ വസതിയിലെത്തി നേരിട്ട് അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുകയാണ്. 1951 ജനപ്രാതിനിധ്യ നിയമം 136, 128 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താൻ നിലവിൽ സാധിക്കും. ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ഈ 1989 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നടത്തിയതെന്നാണ് സുധാകരന്റെ വെളിപ്പെടുത്തൽ. അന്ന് വക്കം പുരുഷോത്തമൻ UDFന്റെയും ഒപ്പം തന്നെ KV ദേവദാസൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ് പാർട്ടി ഓഫീസിലേക്ക് വന്ന ആലപ്പുഴ CPMന്റെ ഓഫീസിലേക്ക് വന്ന തപാലിൽ അദ്ദേഹം പൊട്ടിച്ച്, താൻ അടക്കമുള്ള നേതൃത്വത്തിലെ നേതാക്കളൊക്കെ തന്നെ പൊട്ടിച്ചത് പിന്നീട് തിരുത്തൽ വരുത്തിയ ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് കൈമാറിയതിൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമുള്ള നിയമലംഘനമുള്ള വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതേ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടി എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തോട് അല്ലെങ്കിൽ ഈ പ്രസംഗത്തോട് പ്രതികരിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല ജി സുധാകരൻ. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ മാധ്യമങ്ങൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. തന്റെ പ്രസംഗം 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെയുള്ള പ്രസംഗം കേട്ടാൽ മനസ്സിലാകും താൻ ഈ രീതിയിൽ തപാൽ പൊട്ടിച്ച് പരിശോധിച്ച് എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം മറ്റൊന്നാണ്. അതൊരിക്കലും നേരിട്ട് താൻ പൊട്ടിച്ച് എടുത്തു എന്നുള്ളതല്ല എന്നുള്ള വിശദീകരണം അദ്ദേഹം നൽകുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു കടുത്ത അച്ചടക്കൽ 1951 ജനപ്രാതിനിധ്യ നിയമം പ്രകാരം ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് ജി സുധാകരനെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാര്യത്തിൽ കർശനമായ നടപടി വേണം. അതുകൊണ്ട് തന്നെ കൃത്യമായ മൊഴിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസെടുപ്പിന് മുന്നോടിയായി പ്രാഥമിക നടപടി എന്നോണം അമ്പലപ്പുഴ തഹസിൽദാർ അൻവർ ഇപ്പോൾ പുന്നപ്രയിലെ ജി സുധാകരന്റെ വീട്ടിൽ വസതിയിലെത്തി നേരിട്ട് തന്നെ അദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി സുധാകരൻ എന്താണെങ്കിലും ഇപ്പോൾ നടത്തിയത് ഒരു കുറ്റസമ്മതമാണ്, അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പാർട്ടിയിൽ. ഇതിനും അങ്ങോളം ഇങ്ങോളം 50 വർഷത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ഇനിയും പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അതൊക്കെ തന്നെ പറയണമെന്നാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള A. ഷുക്കൂർ ഇതിനെ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ K. മുരളീധരൻ ഇത് സംബന്ധിച്ച് ഇനിയും കുറെ കാര്യങ്ങൾ ജി സുധാകരൻ വെളിപ്പെടുത്തട്ടെ എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പല തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ വിധം CPIM അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ തപാൽ വോട്ടുകൾ അട്ടിമറി നടത്തി കൃത്രിമം നടത്തിയുള്ള ആരോപണം പല കോണുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന നേതൃത്വമോ CPMന്റെ പ്രാദേശിക ഘടകത്തിലെ ഒരു നേതാവ് പോലും ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. കാരണം ഒരു അരമനയിലെ രഹസ്യം അത് അങ്ങാടിപ്പാട്ടായി എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് വരുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇതൊന്നും പൊതുമധ്യത്തിൽ പരസ്യപ്പെടുത്താറില്ല. ഇത് 2 വിധത്തിലുള്ള ചട്ടലംഘനം ജി സുധാകരൻ പാർട്ടിയെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്നു. ഒന്ന്, ഈ തപാൽ വോട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി പിന്നീട് അത് മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് വ്യാഖ്യാനിക്കുകയും ചെയ്തു. അങ്ങനെ കടുത്ത ഗുരുതരമായ ചട്ടലംഘനം പാർട്ടിക്കുള്ളിലും ഒപ്പം തന്നെ പൊതുമധ്യത്തിൽ നിയമലംഘനം കൂടി നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ തഹസിൽദാരാണ് പ്രാഥമികമായി അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ വേണ്ടി പുന്നപ്രയിലെ വസതിയിൽ എത്തിയിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേസെടുക്കാനായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് നടത്തിയിട്ടുള്ളത്. തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചതായി വെളിപ്പെടുത്തലിന്മേൽ FIR ഇട്ട് കേസെടുക്കുവാനും വിശദമായ അന്വേഷണം നടത്തുവാനും വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ആലപ്പുഴ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക്, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, അതായത് ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർ തന്നെയാണ്, കളക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണെങ്കിൽ അമ്പലപ്പുഴ തഹസിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്നു മൊഴിയെടുക്കാൻ എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. ജി സുധാകരൻ ഇത് സംബന്ധിച്ച് പരസ്യമായിട്ടൊരു പ്രതികരണത്തിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന വിശദീകരണമാണ്, ഇത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്, താൻ
താൻ ഉദ്ദേശിച്ച അർത്ഥം ഇതല്ല എന്ന രീതിയിലുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകിയത്. എന്താണെങ്കിലും ഇതിനുശേഷം ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ, എന്താണ് താൻ പറഞ്ഞതിന്റെ വസ്തുത, താൻ 1989 തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിൽ തപാൽ പൊട്ടിച്ചുകൊണ്ട് അതിൽ തിരുത്തൽ വരുത്തിക്കൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത, വീണ്ടും അതേ കാര്യം അദ്ദേഹം ആവർത്തിക്കുമോ, 36 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഈ ഏത് വിധത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയത് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയാണോ എന്നതാണ് പാർട്ടി ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ജി സുധാകരൻ മനഃപൂർവ്വമായി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നതാണോ? ഇതിനു മുൻപ് CPIയുടെ നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള TJ ആഞ്ചലോസിനെ CPM നിന്നും പുറത്താക്കിയതാണ്, മനഃപൂർവ്വമായി പുറത്താക്കിയതാണെന്നുള്ള വെളിപ്പെടുത്തൽ അദ്ദേഹം മാസങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്നു. പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്ന പല പരാമർശങ്ങളും ജി സുധാകരനോടകം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജി സുധാകരൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ മനഃപൂർവ്വമായി നടത്തുന്നതാണോ, പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി നടത്തുന്നതാണോ എന്ന സംശയം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജി സുധാകരനെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ മൗനം പാലിക്കുക, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ ജി സുധാകരനെതിരെ വരുന്ന വിമർശനങ്ങളോട് മൗനം പാലിക്കുക എന്നൊരു നിലപാടാണ് പാർട്ടി നേതൃത്വം ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ ജി സുധാകരന്റെ പ്രതികരണം ഉണ്ടാകും. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടറും ഇത് സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികൾ ജി സുധാകരനെതിരെ എടുക്കാം എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത മാധ്യമങ്ങളോട് വരുത്തും. സുഹൈൽ, ജി സുധാകരൻ വീണെടുത്ത് കടന്ന് ഉരുളുകയാണോ, അതോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള ഒരു അടവായിരുന്നു? അടക്കമുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉയരുന്നു. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.